ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും രാവിലെ ഇതുപോലെ എന്തെങ്കിലും പാത്രത്തിൽ കണ്ടുകൊണ്ടായിരിക്കും ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ട ദോശയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് മുംബൈയിൽ. നമ്മൾ ഇന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഒരു കറക്കവും ഷോപ്പിങ്ങും നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഹിരാനന്ദാനിയിലേക്കാണ്. അവിടുത്തെ ബിൽഡിങ്സും ആ ഒരു ഏരിയയും ബാക്കി മുംബൈയിൽ നമ്മൾ കണ്ട സ്ഥലങ്ങൾ പോലെയല്ല, വളരെ ഭംഗിയായിട്ട് ഇത് കാണാൻ. അതുപോലെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്, നല്ല പ്രൈം ഏരിയ ആണിത്. ഫസ്റ്റ് ഡേ നൈറ്റ് നമ്മൾ ചാട്ട് കഴിക്കാൻ വന്നത് ഈ സ്ഥലത്താണ്. അപ്പോൾ നമ്മളവിടെ നേരെ പോയത് വെസ്റ്റ് സൈഡിലേക്കാണ്. കാരണം പോകുന്നതിന് മുന്നേ നമുക്ക് ഡ്രസ്സ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് കുക്കു നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ കുക്കുവിൻ്റെ വകയായിരുന്നു അന്നത്തെ ഷോപ്പിംഗ്. ജനുവരി ആയതുകൊണ്ട് തന്നെ സീസൺ സെയിലൊക്കെ അവിടെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ കളക്ഷൻസൊക്കെ നമ്മുടെ ഇവിടുത്തേക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് സ്റ്റൈൽസൊക്കെ. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു കൊട്ട സാധനമൊക്കെ ആയിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങാനുണ്ട്. നമ്മളെന്തായാലും മുംബൈ വരെ വന്നതല്ലേ, അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ, സ്വാഭാവികം. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇത് നല്ല പ്രൈം ഏരിയ കേട്ടോ, നല്ല ബിൽഡിങ്സും ഒക്കെ. ഇത് കംപ്ലീറ്റ് ഒരു യൂറോപ്പ് അവിടുത്തെ ബിൽഡിങ്സൊക്കെ പോലെ അവിടെയൊക്കെ നമ്മൾ കാണുന്ന ടൈപ്പ് ബിൽഡിങ്, ആ ഒരു സ്ട്രക്ചറിലാണ് ഈ ഒരു എൻ്റയർ സിറ്റി അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ല ഗ്രീനറി, വേറൊരു ക്ലൈമറ്റാണ് അവിടെ കംപ്ലീറ്റ്ലി. അങ്ങനെ ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ഞാൻ അവിടെ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഫ്രഷ് ഫ്ലവേഴ്സ് ഒരുപാട് ഇതുപോലെ സ്ട്രീറ്റ്സിൽ കിട്ടും. പിന്നെ നമുക്കിവിടെ അങ്ങനെ ഒരു കൾച്ചറല്ല. അവരിങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നതും അല്ല ഓഫീസിൽ വെക്കാൻ കൊണ്ടുപോകുന്നതും, വീട്ടിലൊക്കെ ഫ്ലവേഴ്സൊക്കെ വെക്കും ഇതുപോലെ മറ്റേ ഫ്ലവർ വേസിലൊക്കെ ആക്കിയിട്ട്. അപ്പം അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, ഇങ്ങനെ സ്ട്രീറ്റിൽ ഫുള്ള് ഫ്ലവേഴ്സൊക്കെ ആയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഒരു ഗൗരവ് എന്ന് പറയുന്നത് ഈ ഒരു ഷോപ്പിലാണ് കയറിയത്. അവിടെ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയത് ഞാൻ വന്നിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. കഴിച്ചിട്ടില്ലാത്ത ഒരുപാട് പുതിയ ടൈപ്പ് കുറേ സ്വീറ്റ്സ് കഴിച്ചു. അതിൻ്റെയൊക്കെ ഫ്ലേവർ ഭയങ്കര രസം. അതുപോലെ ആ ലഡു നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലെയല്ല, അവരുടെ മേക്കിംഗ് എനിക്ക് തോന്നുന്നു ഡിഫറെൻ്റാണ്, നല്ല ഫ്ലേവറാണ്. ഈ പവേ ആർട്ട് ഗാലറിയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. നിങ്ങളെന്തായാലും നല്ല സ്വീറ്റ്സ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മുംബൈയിലുള്ള സമയത്ത് നാട്ടിലോട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അവിടെ ഒരുപാടുണ്ട്. പിന്നെ അവിടെ ഉള്ളൊരു സ്ഥലമാണ് ഗലേറിയ മോൾ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുട്ടി കുട്ടി സ്റ്റോറുകൾ ഒരുപാടുണ്ട്. അവിടെ നമുക്ക് ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് പോലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എനിക്ക് മുംബൈ വന്ന് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബിൽഡിങ്സാണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ ബിൽഡിങ്സിൻ്റെ സ്ട്രക്ചർ ഭയങ്കര ഡിഫറെൻറ്റാണ്. ഇപ്പോൾ ബാന്ദ്രയിൽ നമ്മൾ ജിയോ മോളിൻ്റെ സൈഡിൽ പോയപ്പോഴും, അതുപോലെ ഇപ്പോൾ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോഴും, അതുപോലെ കൊളാബയിൽ പോകുമ്പോഴും എല്ലാം ബിൽഡിങ്സിന് ഭയങ്കര ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ ഗൈസ്, അങ്ങനെ നമ്മൾക്ക് മുംബൈനോട് ടച്ച ബൈ ബൈ പറയാനുള്ള സമയമായി. ഞങ്ങൾക്ക് 4 ദിവസം ഭയങ്കര എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത അത്രയും സന്തോഷവും അത്രയും നമ്മൾ ഒരുമിച്ച് അത്ര എൻജോയ് ചെയ്തൊരു 4 ദിവസമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് പോരുമ്പം ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങുമ്പോൾ എന്തായാലും കരയരുതെന്ന് ഞാനും കുക്കു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റി. അപ്പം കരഞ്ഞില്ല. പക്ഷെ നമുക്ക് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് കുറേ നേരം ഭയങ്കര വിഷമമായിരുന്നു. കാരണം അവളുടെ കൂടെ അത്രയും ദിവസം എല്ലായിടവും പോയി നമ്മളൊരുമിച്ച് ഫുഡ് കഴിച്ചും അത്ര എൻജോയ് ചെയ്ത്, പിന്നെ പെട്ടെന്നൊരു കാരണം 4 ദിവസം കംപ്ലീറ്റ്ലി നമ്മൾ കൂടെ ഉണ്ടല്ലോ, പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതിൻ്റെ മുഖത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് നമ്മൾ എയർപോർട്ട് എത്തി എന്നുള്ള കാര്യമൊക്കെ വിളിച്ച് പറയായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് 7:20 അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട തിരക്കിലായിരുന്നു ഞാൻ. നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാനായിട്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം നമുക്ക് ടൈം പോയി. കാരണം ബോർഡിംഗ് പാസ് എടുത്തിട്ട് നമ്മൾ അകത്ത് കയറാൻ നേരം ഇത് സ്കാൻ ചെയ്തപ്പോൾ അത് വർക്കായില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി തിരിച്ച് കയറി. അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം പോയി ശരിക്കും. അപ്പോൾ അറിഞ്ഞില്ല പോസ്റ്റാകാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് അവിടെ സംഭവിച്ചതെന്ന്. കാരണം നമ്മുടെ ഫ്ലൈറ്റ് 7:20 അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമ്മൾ അറിയുന്ന ഗേറ്റിൽ എത്തിയപ്പോഴാണ് പറയുന്നത് വീണ്ടും ഒരു 8 ഒക്കെ ആവും നമ്മൾ ബോർഡിങ് സ്റ്റാർട്ടാകാമെന്ന്. അപ്പോൾ നമ്മൾ അത്രയും നേരം പട്ടിണിക്ക് ഇരിക്കേണ്ടതെന്ന് ഓർത്തിട്ട് ഒരു ചായ മേടിച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫ്ലൈറ്റ് 8 നമുക്ക് ബോർഡിങ് ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി.
ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫ്ലൈറ്റ് എടുത്തവർ 8:30 ഒക്കെ ആയപ്പോഴായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു, പട്ടിണി കിടന്നില്ല. അതങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. ഇവിടെയും വീണ്ടും പോസ്റ്റ് പെട്ടി വരാൻ നല്ലതായിട്ടൊന്ന് താമസിച്ചായിരുന്നു. കാരണം നമ്മൾ ആദ്യം ഒരു ലഗേജ് വന്ന് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് വരാനായിട്ട് അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് എടുത്തു. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് തളർന്നു പോയി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മുംബൈ യാത്രയുടെ വ്ളോഗുകൾ അവസാനിക്കുകയാണ്. അപ്പോൾ വേറെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.